എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ പുതിയൊരു കോഴി ഫാം തുടങ്ങുന്ന ആളെ സംബന്ധിച്ച് ആ കോഴി ഫാമിൻ്റെ നിലം മണ്ണാണോ അതോ കോൺക്രീറ്റ് ആണോ നല്ലത്, അതുപോലെ തന്നെ ഇതിൽ ലാഭം ഏതാണ്, അതുപോലെ കോഴിക്ക് ഗ്രോത്ത് കിട്ടാൻ ഏറ്റവും നല്ലത് ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു കോഴി ഫാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തറയിൽ കോൺക്രീറ്റ് ആണ് ഇടുന്നതെങ്കിൽ അതിനെന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിനെന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. കോൺക്രീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഫാം ഉണ്ടാക്കുന്ന എക്സ്പെൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, ഒരു കോഴി ഫാം ഉണ്ടാക്കുമ്പോൾ അതിൽ തറ കിട്ടുന്നത് മുതൽ മുകളിലെ റൂഫിംഗ് വരെ നല്ലൊരു എക്സ്പെൻസ് വരുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഫ്ലോറിങ് കോൺക്രീറ്റും കൂടി ആക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പെൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കോഴി ഫാമിലെ ഈർപ്പം താഴേക്ക് വലിഞ്ഞു പോകാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം, കോഴി ഫാമിൽ പല സാഹചര്യങ്ങളിൽ കോഴി വെള്ളം തട്ടി മറിക്കലുണ്ട്. നമുക്ക് കോഴിക്ക് കൊടുക്കുന്ന ഡ്രിങ്കർ കോഴി തട്ടി മറിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ വീഴുന്ന വെള്ളമൊക്കെ അത് മണ്ണിട്ട ഒരു ഫ്ലോർ ആണെങ്കിൽ അത് പെട്ടെന്ന് മണ്ണിലേക്ക് വലിഞ്ഞു പോകും. പക്ഷേ കോൺക്രീറ്റ് ആണെങ്കിൽ അത് വലിഞ്ഞു പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഫാമിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്മെല്ല് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല വേനൽക്കാലത്ത് ഫാം മൊത്തത്തിൽ ചൂടാവുമ്പോൾ ഫ്ലോറും കോൺക്രീറ്റ് ആണെങ്കിൽ ഫ്ലോറും അല്പം ചൂടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ബാച്ച് കോഴി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോൺക്രീറ്റുള്ള ഫ്ലോർ ആണെങ്കിൽ അത് മൊത്തം കഴുകി വൃത്തിയാക്കേണ്ട കാര്യമുണ്ട്. മണ്ണാണെങ്കിൽ അങ്ങനെ കഴുകേണ്ട കാര്യമില്ല, അടിച്ചു വാരി വൃത്തിയാക്കിയാൽ മതി. പക്ഷേ കോൺക്രീറ്റ് ആണെങ്കിൽ നിങ്ങൾ അടിച്ചു വാരി വൃത്തിയാക്കി ഇത് മൊത്തം കഴുകി വൃത്തിയാക്കി അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം അടുത്ത ബാച്ച് കോഴിന് ഇടണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിറ്റർ മിക്സിങ് വളരെ ഈസിയാണ്. കാരണം നിങ്ങൾ ഫാമിൽ ഇളക്കുന്ന പരിപാടി വളരെ എളുപ്പമാണ്. കാരണം ഫാം എല്ലാം ഒരേ ലെവലായിരിക്കും. കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ കുണ്ടും കുഴിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ലിറ്റർ മിക്സ് ചെയ്യുന്ന ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇളക്കാൻ വളരെ ഈസി ആയിരിക്കും. വലിയ ആയാസം കൂടാതെ ഇളക്കാൻ സാധിക്കും. പിന്നെ പെട്ടെന്ന് അങ്ങനെ പൊളിഞ്ഞൊന്നും പോകത്തില്ല. കുറച്ച് കാലത്തേക്ക് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അത് അതുപോലെ തന്നെ അവിടെ കിടന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഇളക്കുന്ന കാര്യമൊക്കെ വളരെ കുറച്ച് കാലത്തേക്ക് ഈസി ആയിരിക്കും. ഇനി നിങ്ങൾ മണ്ണാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് പരിശോധിക്കാം. മണ്ണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തറയ്ക്കകത്ത് മൊത്തത്തിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു കംപ്രസർ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ ഈ മണ്ണ് മൊത്തം അടിച്ചുറപ്പിക്കേണ്ടതായ കാര്യമുണ്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മണ്ണ് പെട്ടെന്ന് പൊളിഞ്ഞു വരും. അപ്പോൾ കംപ്രസർ മെഷീൻ ഉപയോഗിച്ച് അതൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചുറപ്പിക്കണം മണ്ണ്. മണ്ണിട്ട ഫ്ലോർ ആണെങ്കിൽ ഈർപ്പം താഴേക്ക് വലിഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. കാരണം പല സാഹചര്യങ്ങളിൽ കോഴി വെള്ളം തട്ടിമറിക്കലുണ്ട്, ഡ്രിങ്കർ തട്ടിമറിക്കലുണ്ട്. അങ്ങനെ വീഴുന്ന വെള്ളമൊക്കെ മണ്ണിട്ട ഫ്ലോർ ആണെങ്കിൽ അത് പെട്ടെന്ന് താഴേക്ക് വലിഞ്ഞു പോവുകയും അതുപോലെ തന്നെ ആ ലിറ്റർ ചകിരിച്ചോറായാലും അറക്കപ്പൊടി ആയാലും ലിറ്റർ പെട്ടെന്ന് ഉണങ്ങാനുള്ള സാഹചര്യം പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മണ്ണിട്ട ഫ്ലോറിൽ അല്പം ഗ്രോത്ത് കൂടുതൽ കോഴികൾക്ക് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കോൺക്രീറ്റ് തറയെ അപേക്ഷിച്ച് മണ്ണിൻ്റെ തറയ്ക്ക് അല്പം തണുപ്പ് കൂടുതലായിരിക്കും. കാരണം പെട്ടെന്ന് മണ്ണിൻ്റെ തറ ചൂടാവത്തില്ല. അപ്പോൾ അടിയിൽ നിന്ന് ഒരു തണുപ്പ് കോഴികൾക്ക് എപ്പോഴും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മണ്ണിട്ട തറയാവുമ്പോൾ അവിടെ അല്പം നാച്ചുറാലിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ കോൺക്രീറ്റ് തറയാവുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പക്ഷേ മണ്ണിട്ട തറയാവുമ്പോൾ കോഴികൾക്ക് ഒരു നാച്ചുറാലിറ്റി എപ്പോഴും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്ത് അല്പം കൂടാൻ സാധ്യത മണ്ണിന് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ബാച്ച് കോഴി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മണ്ണിട്ട ഫ്ലോർ ആണെങ്കിൽ അടിച്ചു വാരി കൊടുത്താൽ മാത്രം മതി. ഇത് കഴുകുമൊന്നും വേണ്ട. പക്ഷേ കോൺക്രീറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ കഴുകണം. മണ്ണിട്ട തറയാണെങ്കിൽ ആ കാഷ്ടം ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കിയാൽ മതി. നിങ്ങൾക്ക് അടുത്ത് കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് കോഴി ഇടാവുന്നതാണ്. ഇനി കോൺക്രീറ്റ് തറയെ പോലെ തന്നെ മണ്ണിൻ്റെ തറയ്ക്കും അല്പം പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ലിറ്റർ മിക്സിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫാമിൽ ഇളക്കുന്ന പരിപാടി അല്പം പ്രയാസമായിരിക്കും. കോൺക്രീറ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അത് പൊളിഞ്ഞു പോകത്തില്ല, എല്ലാം ഒരേ ലെവലായിരിക്കും, നല്ല ബലം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇളക്കാം. പക്ഷേ മണ്ണിനെ സംബന്ധിച്ച് മണ്ണ് എല്ലാം ഒരേ ലെവലായിരിക്കത്തില്ല. നിങ്ങൾ വലിയ ശക്തി കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ അല്പം മണ്ണ് അവിടുന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു കുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇളക്കുമ്പോൾ അല്പം ബലം കൊടുക്കാതെ സ്മൂത്തായിട്ട് ഇളക്കേണ്ടി വരും. പക്ഷേ ഇളക്കുന്ന പ്രോസസ്സ് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കാലക്രമേണ ഈ മണ്ണ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മണ്ണിങ്ങനെ പൊളിഞ്ഞു പോയി വലിയ വലിയ കുഴികൾ രൂപപ്പെടും. അപ്പോൾ ഫാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മണ്ണ് ഫ്ലോറിങ് ചെയ്ത ഒരു ഫാമിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴത്തേനും മെല്ലെ മെല്ലെ കുഴികൾ രൂപപ്പെട്ട് ഈ മണ്ണ് മൊത്തം ആ കുഴിയിൽ നിന്ന് പോയി വലിയ കുഴികളായി നിങ്ങൾക്ക് ഇളക്കുമ്പോൾ വലിയ പ്രയാസം വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഒരു കോഴി ഫാമിനെ സംബന്ധിച്ച് അവിടെ മണ്ണിട്ട ഫ്ലോർ ആണോ അതുപോലെ തന്നെ കോൺക്രീറ്റ് ഫ്ലോർ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് ഫ്ലോറിനും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മണ്ണ് ഉപയോഗിച്ച് ഫ്ലോർ ചെയ്യുക. കാരണം തുടക്കത്തിൽ എക്സ്പെൻസ് വളരെ കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ കോഴിക്ക് കോൺക്രീറ്റിനെ അപേക്ഷിച്ച് താരതമ്യേന അല്പം ഗ്രോത്ത് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇളക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം മണ്ണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കോഴിയൊക്കെ കുറച്ച് ബാച്ചുകൾ വളർത്തി പഠിച്ച് നിങ്ങളുടെ കുറച്ച് ക്യാഷൊക്കെ ആയതിനു ശേഷം നിങ്ങൾ പിന്നെ ഉണ്ടാക്കുന്ന ഫാം കോൺക്രീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം കോൺക്രീറ്റ് ആണെങ്കിൽ അവിടെ സേഫായിട്ട് കിടന്നോളൂ. പിന്നെ നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട, മണ്ണ് പോലെ പൊളിഞ്ഞു പോകത്തില്ല.
അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും മണ്ണ് അതിൻ്റെ ഫ്ലോറ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ക്യാഷൊക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ കോൺക്രീറ്റ് തറയിലേക്ക് മാറുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.